പങ്കാളിത്തം ശക്തിപ്പെടുത്താൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണ്. വിയറ്റ്നാമീസ് പ്രധാനമന്ത്രിയുമായി ഉഭയകക്ഷി ചർച്ച നടത്തി രാജ്നാഥ് സിംഗ്. ഇന്ത്യയും വിയറ്റ്നാമും തമ്മിലുള്ള തന്ത്രപരമായ ബന്ധങ്ങൾ വളർന്നു വരുന്നതിനിടെ പ്രതിരോധ സഹകരണവും പ്രാദേശിക സുരക്ഷയും ഇരുപക്ഷവും അവലോകനം ചെയ്തുകൊണ്ട് കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ചൊവ്വാഴ്ച ഹനോയിയിൽ വിയറ്റ്നാമീസ് പ്രതിരോധ മന്ത്രി ഫാൻ വാൻ ജിയാങ്ങുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തി. ഇന്ത്യയും വിയറ്റ്നാമും പ്രതിരോധ ബന്ധങ്ങൾ വികസിപ്പിക്കുന്നതും പ്രാദേശിക സുരക്ഷാ സഹകരണവും അവലോകനം ചെയ്യുന്നതിനിടയിലാണ് കൂടിക്കാഴ്ച നടന്നത്. ചർച്ചയ്ക്കിടെ ഇന്ത്യ വിയറ്റ്നാം ബന്ധത്തിന്റെ ചരിത്രപരമായ അടിത്തറയെക്കുറിച്ച് സിംഗ് എടുത്തുകാണിക്കുകയും മുൻ വിയറ്റ്നാം പ്രസിഡന്റ് ഹോ ചി മിന്നിന്റെ 136ാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് തന്റെ സന്ദർശനത്തിന്റെ പ്രാധാന്യം അടിവരയിടുകയും ചെയ്തു. വിയറ്റ്നാമിൽ ഈ സുപ്രധാന യോഗത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് അഭിമാനമുണ്ട്. പ്രസിഡന്റ് ഹോ ചി മിന്നിന്റെ 136ാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് നമ്മുടെ കൂടിക്കാഴ്ച നടക്കുന്നതിൽ എനിക്ക് പ്രത്യേക അഭിമാനമുണ്ട്. ഇന്ത്യയിൽ വളരെയധികം ബഹുമാനം ലഭിച്ച ഒരു ദീർഘവീക്ഷണമുള്ള നേതാവായിരുന്നു അദ്ദേഹം. 1958 അദ്ദേഹം ഇന്ത്യയിലേക്കുള്ള ചരിത്രപരമായ സന്ദർശനം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ശാശ്വത ബന്ധത്തിന് ശക്തമായ അടിത്തറ പാകിയെന്നും സിംഗ് പറഞ്ഞു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സമഗ്ര തന്ത്രപരമായ പങ്കാളിത്തത്തിന്റെ 10 വർഷം തികയുന്ന ഈ സന്ദർശനം ഉഭയകക്ഷി ബന്ധത്തിന്റെ ഒരു നിർണായക നിമിഷത്തിലാണെന്നും പ്രതിരോധ മന്ത്രി ഊന്നി പറഞ്ഞു. നമ്മുടെ ഉഭയകക്ഷി ബന്ധങ്ങളുടെ ആഴം, പക്വത, ശക്തി എന്നിവ പ്രതിഫലിപ്പിക്കുന്ന ഒരു നാഴികക്കല്ലാണിത്. നിങ്ങളുടെ സമീപകാല ഇന്ത്യ സന്ദർശന വേളയിൽ ഇത് ഇപ്പോൾ മെച്ചപ്പെടുത്തിയ സമഗ്ര തന്ത്രപരമായ പങ്കാളിത്തമായി ഉയർത്തപ്പെട്ടതിൽ ഞാൻ സന്തുഷ്ടനാണ്. ഹനോയിലെ ചർച്ചകൾ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൈനിക സഹകരണം കൂടുതൽ ആഴത്തിലാക്കുകയും തന്ത്രപരമായ ഇടപെടൽ വികസിപ്പിക്കുകയും ചെയ്യുമെന്നും സിംഗ് ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. സമുദ്ര സുരക്ഷ, പ്രതിരോധ വ്യവസായം, സൈനിക പരിശീലനം, പ്രാദേശിക സ്ഥിരത എന്നിവയിലെ സഹകരണം വികസിപ്പിക്കുന്നതിലാണ് കൂടിക്കാഴ്ച ശ്രദ്ധ കേന്ദ്രീകരിച്ചെന്ന് എക്സിലെ ഒരു പോസ്റ്റിൽ സിംഗ് പറഞ്ഞു. വിയറ്റ്നാം പ്രതിരോധ മന്ത്രി ജനറൽ ഫാൻ വാൻ ജിയാങ്ങുമായി ഉൽപാദനക്ഷമമായ ഒരു ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തി. വളർന്നുവരുന്ന ഇന്ത്യ വിയറ്റ്നാം പ്രതിരോധ പങ്കാളിത്തം ഞങ്ങൾ അവലോകനം ചെയ്യുകയും സമുദ്ര സുരക്ഷ, പ്രതിരോധ വ്യവസായം, പരിശീലനം, പ്രാദേശിക സ്ഥിരത എന്നിവയിൽ സഹകരണം കൂടുതൽ ആഴത്തിലാക്കാനുള്ള വഴികൾ ചർച്ച ചെയ്യുകയും ചെയ്തു. വിയറ്റ്നാമുമായുള്ള മെച്ചപ്പെടുത്തിയ സമഗ്ര തന്ത്രപരമായ പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിന് ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്നും കൂട്ടിച്ചേർത്തു. സന്ദർശന വേളയിൽ വിയറ്റ്നാമിലെ എയർഫോഴ്സ് ഓഫീസേഴ്സ് കോളേജിൽ സ്ഥാപിച്ച ഒരു ഭാഷാ ലാബ് ഇരുപക്ഷവും സംയുക്തമായി ഉദ്ഘാടനം ചെയ്യുകയും കൃത്രിമ ബുദ്ധി, ക്വാണ്ടം സാങ്കേതിക വിദ്യ എന്നീ മേഖലകളിൽ ഒരു ധാരണാപത്രം കൈമാറുകയും ചെയ്തു. പ്രതിരോധ സഹകരണത്തിന്റെ പരസ്പര വിശ്വാസത്തിന്റെയും ശക്തമായ അടിത്തറയിൽ അധിഷ്ഠിതമായ ഇന്ത്യയും വിയറ്റ്നാമും വളരെ കാലമായി ആഴമേറിയതും സൗഹാർദ്ദപരവുമായ ബന്ധം പങ്കുവച്ചിട്ടുണ്ട്. ഇന്നത്തെ നമ്മുടെ ചർച്ച നമ്മുടെ പ്രതിരോധ സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തുകയും വരും വർഷങ്ങളിൽ സഹകരണത്തിന് പുതിയ വഴികൾ തുറക്കുകയും ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പുണ്ടെന്നും സിംഗ് കൂട്ടിച്ചേർക്കുകയും ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.